വെൽക്കം ടു റിയൽ അനാലിസിസ് ക്ലാസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു തിയറാണ്. അപ്പോൾ തിയറം പറയുന്നത് ഇതാണ്. തിയറം പ്രീവിയസ് ആയിട്ട് നമ്മൾ രണ്ട് തിയർ ചെയ്തു. ഒന്ന് ബോൾസാനോ-വെസ്റ്റസ് തിയർ, അതിന് മുന്നേ മോണോട്ടോൺ സബ്സീക്വൻസ് തിയർ. ഓക്കെ, ഏതൊരു സീക്വൻസിനും മോണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ്. ഇതാണ് ബോൾസാനോ-വെസ്റ്റസ് തിയർ. ഇനി പറയുന്നത് let x equal to x and be a bounded sequence of real numbers, bounded sequence of reals, and x element of r, or real number and have the, and x element of r has the property that every convergent sequence of അത് അണ്ടർലൈൻ ചെയ്യണം. കൺവേർജന്റ് സീക്വൻസിനാണ്. every convergent sequence of every convergent subsequence of x converges to small x. കൺവേർജന്റ് സബ്സീക്വൻസ്, ഈ ക്യാപിറ്റൽ എക്സിന്റെ ഏതൊരു കൺവേർജന്റ് സബ്സീക്വൻസും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. then capital X converges to x. Then capital X converges to x. The good confusion ആവണ്ട. x converges to x into x converges to x എന്ന് എഴുതുന്നു. ഇതെന്താണ് വായിക്കേണ്ടത്? സബ്സീക്വൻസ് ഓഫ് x ആണ്. സബ്സീക്വൻസ് ഓഫ് x converges to x ആണെങ്കിൽ ഒറിജിനൽ സീക്വൻസും converges to x ആയിരിക്കും. ഓക്കെ, ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു തിയറാണ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലേ അതുപോലെ, അല്ലെങ്കിൽ ഒക്കെ കൺഫ്യൂഷൻ ആവും. വെറുതെ കാണാതെ പഠിക്കുന്ന മോഡലിലൊക്കെ പഠിച്ചാൽ ഇതൊന്നും നടക്കില്ല, ഇത് ശരിയാവില്ല. വളരെ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറേ തിയറത്തിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി, ഇതിനൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പഠിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ചിന്തിക്കുന്ന ഒരാൾ, ഇപ്പോൾ പകുതി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ തോന്നും, പകുതി അല്ലെങ്കിൽ മുക്കാഭാഗമൊക്കെ ചിന്തിക്കുന്നു. തീരെ ചിന്തിക്കാത്തവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഒരു മുക്കാഭാഗം 70% ചിന്തിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം വരും. ഈ കൺവേർജന്റ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യുമെങ്കിൽ ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു. അത് വളരെ ഈസി അല്ലേ? കാരണം എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യുമെങ്കിൽ ഒറിജിനൽ സീക്വൻസും അതിലേക്ക് കൺവേർജ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എല്ലാ സീക്വൻസും ഒരു സീക്വൻസ് ഇങ്ങനെ എടുത്തിരിക്കാം. ഒരു സീക്വൻസ് 1 - 1 2 3 √2 1/2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞ ശേഷം പിന്നെ ഓർഡറിൽ ഇങ്ങനെ പോയി 1/2 1/3 1/4 അതിങ്ങനെ പോയി വിചാരിക്കാം. എന്തായാലും അതിന്റെ ടെയിൽ എന്ന് പറയുന്നത് ഒരു സബ്സീക്വൻസ് അല്ലേ? അപ്പൊ ടെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സബ്സീക്വൻസ് ആണ് അതിന്റെ ടെയിൽ എന്ന് പറയുന്നത്. അതിന്റെ ഏതെങ്കിലും ഒരു ടെയിൽ എടുക്കുക, അതൊരു സബ്സീക്വൻസ് ആണ്. അപ്പൊ ടെയിൽ കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടും. ടെയിൽ കൺവേർജ് ചെയ്താൽ ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെയിൽ കൺവേർജ് ചെയ്താൽ ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്യും, തിരിച്ചും മറിച്ചും കിട്ടും. ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്താൽ ടെയിലും കൺവേർജ് ചെയ്യും. അപ്പോൾ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്താൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ തിയർ അതല്ല പറയുന്നത്. എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്താൽ ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാനേ ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള, അല്ല ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. എന്ത്? എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്താൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്താൽ എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്തായി? ടെയിൽ കൺവേർജ് ചെയ്യും. ടെയിൽ കൺവേർജ് ചെയ്താൽ ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്യും. അത്രേ ഉള്ളൂ പ്രൂഫ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് അതല്ല പറയുന്നത്, മനസ്സിലാക്കുക. ഇത് പറയുന്നത് കൺവേർജന്റ് ആയിട്ട് എല്ലാ സബ്സീക്വൻസും കൺവേർജന്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്താൽ ഇത് കൺവേർജ് ചെയ്യുന്നു എന്നല്ല ഇവിടെ പറയുന്നത്. എല്ലാ കൺവേർജന്റ് സബ്സീക്വൻസും എക്സിലേക്ക് കൺവേർജ് ചെയ്താൽ, എല്ലാ കൺവേർജന്റ് സബ്സീക്വൻസും ഒരു പ്രത്യേക നമ്പറിലേക്ക് കൺവേർജ് ചെയ്താൽ ഒറിജിനൽ സീക്വൻസും പ്രത്യേക നമ്പറിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ കുറെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നിങ്ങൾ തന്നെ സ്വയം ശരിക്കും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യാൻ നോക്കുക. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കുക? അപ്പോൾ പ്രൂഫിൽ കുറച്ചും കൂടി കാര്യം ക്ലിയർ ആവും. പ്രൂഫ് let x equal to xn be a bounded sequence and let capital M belongs to R be such that mod xn less than or equal to m for every n element of n. ഓക്കെ, ബൗണ്ടഡ് ആണെങ്കിൽ എന്തുണ്ടാവും? ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബൗണ്ട് ഉണ്ടാവും, ഒരു എം. മോഡ് എക്സൽ എത്താൻ വിധത്തിൽ ഒരു എം ഉണ്ടാവും, പറഞ്ഞിട്ടോളൂ. ഓക്കെ,
ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് എക്സിന് എന്തുണ്ടാവും? ഒരു every sequence has a very bounded sequence has a convergent subsequence. Every bounded sequence has a okay x bounded sequence ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, സപ്പോസ് x does not converge to small x. ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്തുണ്ടാവും? നമ്മൾ ബൈ നെഗേഷൻ വെച്ചിട്ട് നമുക്ക് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 and a subsequence xnk of x such that modulus of xnk minus x greater than or equal to epsilon naught for every k belongs to n. ഇതെവിടെ കിട്ടി? നെഗേഷൻ xn does not converge to x എന്നുള്ളതിന്റെ നെഗേഷൻ ആണിത്. 3 സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിരുന്നു ഇക്വലന്റ് ആയിട്ട്. അതിന് മൂന്നാമത്തെ ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ് ആണിത്. ഒരു എപ്സിലോൺ നോട്ടും കിട്ടും, ഒരു സബ്സീക്വൻസും കിട്ടും. എന്താ സബ്സീക്വൻസിന്റെ ടേമും എക്സും തമ്മിലുള്ള അകലം എപ്പോഴും ഒരു എപ്സിലോൺ നോട്ടിനൊക്കെ വലുതായിരിക്കും ഏതൊരു കെ എടുത്താലും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു സബ്സീക്വൻസ് കിട്ടി. ഓക്കെ, വി ഗോട്ട് എ സബ്സീക്വൻസ്. There is a subsequence x dash is equal to x and k എന്ന് പറയാം. It's a subsequence x dash is equal to x and k. Okay. Therefore capital M is a bound for x dash also. X dash no ഈ സബ്സീക്വൻസിന്റെയും ബൗണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിന്റെ സബ്സീക്വൻസ് ഒക്കെ ബൗണ്ടഡ് ആണ്. കാരണം ഒറിജിനൽ സീക്വൻസിന് തന്നെ ബൗണ്ടറി ഉണ്ടെങ്കിൽ, രണ്ട് അപ്പർ ബൗണ്ട് ഒരു സ്മോൾ ബൗണ്ട്, ഒരു അപ്പർ ബൗണ്ട് ഒരു ലോവർ ബൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സബ്സീക്വൻസ് ആണ് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ, അപ്പോൾ അത് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എക്സിന് ഒറിജിനൽ സീക്വൻസിന് എം ആണ് ബൗണ്ടെങ്കിൽ അതേ ബൗണ്ട് മതി നമുക്ക് ആർക്കും. ഇൻഫാക്ട് അതിനുള്ളിലാണ് കിടക്കുക എക്സ് ഡാഷ്. എന്നാലും നമുക്ക് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ട് എടുത്തന്നെ എടുക്കാം, എം എൻ എടുക്കാം. ഓക്കെ, അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ട് ആയിട്ടല്ല മൈനസ് എക്സ് എൻ minus m less than or equal to x n less than or equal to capital M എന്നാണ് വരിക. മൈനസ് എം less than or equal to x n less than or equal to m എന്തായാലും ഇങ്ങനെ കിട്ടും. അങ്ങനെ ആണെങ്കിൽ we got a subsequence. Therefore m is bound for x dash also. Therefore x dash is bounded by Bolzano-Weierstrass theorem. Bolzano-Weierstrass theorem പറയുന്നത് എന്താ? ഒരു ഏതൊരു സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസിന് എന്തുണ്ടാവും? every bounded sequence has a convergent subsequence. By Bolzano-Weierstrass theorem, x dash has a convergent subsequence x double dash. Okay, x dash ന് എന്തുണ്ടാവും? കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടാവും. അതിന് നമുക്കൊരു x double dash എന്ന് വിളിക്കാം. സേ സബ്സീക്വൻസ് x double dash ബ്രാക്കറ്റിൽ സേ നമുക്കൊരു പേര് വിളിക്കാം x double dash. നമുക്ക് എക്സ് ഡാഷ് എന്താണ്? ഒരു ബൗണ്ടഡ് സീക്വൻസ് ആയി. ബൗണ്ടഡ് സീക്വൻസിന് എന്തുണ്ടാവും? ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് ആസ് എ കൺവേർജന്റ് സബ്സീക്വൻസ് ആയി പറയുന്നുണ്ട്, ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം പറയുന്നുണ്ട്. അപ്പോൾ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം പ്രകാരം എക്സ് ഡാഷിന് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് എക്സ് ഡബിൾ ഡാഷ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തിയറത്തിന്റെ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താ? കൺവേർജന്റ് സബ്സീക്വൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആരാ? എക്സിലേക്ക് കൺവേർജ് ചെയ്യും. Therefore x double dash converges to x by hypothesis. ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ എന്താ? നമ്മളെ സ്റ്റേറ്റ്മെന്റ്, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെ ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ എന്താ? എല്ലാ കൺവേർജന്റ് സബ്സീക്വൻസുകളും സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറിജിനൽ സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ എല്ലാ കൺവേർജന്റ് സബ്സീക്വൻസുകളും എല്ലാ കൺവേർജന്റ് സബ്സീക്വൻസുകളും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ അസംഷൻ. എല്ലാ കൺവേർജന്റ് സബ്സീക്വൻസുകളും സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ക്യാപിറ്റൽ എക്സ് ഒറിജിനൽ സീക്വൻസ് എക്സിലേക്ക് സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കൺവേർജന്റ് സബ്സീക്വൻസുകളും എന്തിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്? സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ പർട്ടിക്കുലർ ആര്? നമ്മൾ എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞത് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ആണെന്ന് കിട്ടി. ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം പ്രകാരം എക്സ് ഡബിൾ ഡാഷ് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ആണെന്ന് കിട്ടി. അപ്പോൾ അത് എവിടേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ ഹൈപ്പോത്തസിസ് അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. പക്ഷേ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം.
then every term of x double dash is in epsilon naught neighborhood of x contradicting 1. നോക്ക്, അങ്ങനെയാണെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് എക്സിലേക്ക് പോകണമെങ്കിൽ എക്സ് ഡബിൾ ഡാഷിൽ ഒരു സ്റ്റേജിന് ശേഷം എക്സ് ഡബിൾ ഡാഷിലെ ഓക്കെ എക്സ് എവരി ടേം then ultimately every term of okay then ultimately ആയിട്ട് മതി then ultimately കുറച്ച് കാര്യം ultimately every term of x double dash is in epsilon naught neighborhood of x. okay x double dash x ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞതിന്റെ അർത്ഥം ഒരു സ്റ്റേജിന് ശേഷം x double ഡാഷിലുള്ള ആളുകളൊക്കെ എക്സുമായിട്ടുള്ള അകലം ഏതൊരു നമ്പറിനേക്കാളും ചെറുതായിരിക്കണം, ഇൻ പർട്ടിക്കുലർ epsilon naught-നേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ പക്ഷേ എക്സ് ഡബിൾ ഡാഷിലുള്ള ടേംസ് തന്നെയല്ലേ, എക്സ് ഡബിൾ ഡാഷിലുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് ഡാഷിലുള്ള ടേംസ് തന്നെയാണ്. എക്സ് ഡാഷിലെ ചില ആളുകളാണ് എക്സ് ഡബിൾ ഡാഷിലുള്ളത്. എക്സ് ഡാഷിന്റെ സബ്സീക്വൻസ് ആണ് എക്സ് ഡബിൾ ഡാഷ്. അപ്പൊ എക്സ് ഡാഷിലെ ചില ടേമുകളാണ് എക്സ് ഡബിൾ ഡാഷിലുള്ളത്. പക്ഷേ എക്സ് ഡാഷിലുള്ള എല്ലാ ടേമിനും ഈ പ്രത്യേകത ഉണ്ട്, എന്ത് എപ്പോഴും epsilon naught-നേക്കാൾ കൂടുതൽ അകലെ, എപ്പോഴും epsilon naught-നേക്കാൾ കൂടുതലാണ്. നമുക്ക് എന്ത് വേണം, കൺവേർജ് ചെയ്യണമെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് എക്സിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷം ഇതിലുള്ള ടേം എക്സ് എൻ കെകൾ, ഇതിലുള്ള ടേമും എക്സ് എൻ കെകൾ തന്നെയാണ്. എക്സ് ഡാഷിൽ എക്സ് എൻ കെകൾ ആണെങ്കിൽ എക്സ് ഡബിൾ ഡാഷിലും അതിലെ ചില ആൾക്കാരാണ്, അതിലുള്ള ചില ആളുകളാണ്. അപ്പോൾ ആ ഇതിലുള്ള ചില ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ആളുകളും, ഇൻഫാക്ട് എല്ലാ ആളും വേണം. ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ആളുകളും എക്സുമായിട്ടുള്ള അകലം epsilon naught-നേക്കാൾ കുറവായിരിക്കണം. പക്ഷേ ഇത് ഗ്രേറ്റർ ദാൻ epsilon naught, which is a contradiction to 1. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ കിട്ടിയത്? Therefore our assumption that x does not converge to x is wrong. Therefore our assumption that x does not converge to x is wrong. Therefore capital X converges to x. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർക്ക്, പകുതി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരാം, അങ്ങനെയാണ് എന്തിനാ പറ്റി എക്സ് ഡബിൾ ഡാഷിലേക്കൊക്കെ പോയത്, എക്സ് ഡാഷ് എന്ന് തന്നെ പറഞ്ഞാൽ പോരെ, എക്സ് ഡാഷ് കൺവേർജസ് ടു എക്സ് ആണ്. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. എക്സ് ഡാഷ് കൺവേർജസ് ടു എക്സിന് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എക്സ് ഡാഷിലെ ടേമും എക്സും തമ്മിലുള്ള അകലം epsilon naught-നേക്കാൾ വലുതാണല്ലോ, അതുകൊണ്ട് അതെന്നെ ഒരു കോൺട്രഡിക്ഷൻ ആവില്ലേ. എക്സ് ഡാഷ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്നെ ഒരു കോൺട്രഡിക്ഷൻ ആക്കിയാൽ പോലെ ഇതിനെ മൂന്നാമതൊരു സീക്വൻസ് എക്സ് ഡബിൾ ഡാഷ് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കാം, പകുതി ചിന്തിച്ചാൽ, പകുതിയോ അല്ലെ മുഖഭാഗം ചിന്തിച്ചാൽ. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ എക്സ് ഡാഷ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഹൈപ്പോത്തിസിസ് പ്രകാരം നമുക്ക് പറയാൻ പറ്റില്ല. എക്സ് ഡാഷ് എവിടുന്നാണ് കിട്ടിയത് നമുക്ക്? എക്സ് ഡാഷ് നമുക്ക് കിട്ടിയത് ഏതൊരു സീക്വൻസിനും എന്തുണ്ട്, ഒരു ഏതൊരു സീക്വൻസ് സബ്സീക്വൻസ്. എക്സ് ഡാഷ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? എക്സ് ഡാഷ് എങ്ങനെ കിട്ടിയാൽ നമുക്ക് ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്നുള്ള കോൺട്രഡിക്ഷൻ അസംഷൻ ആയിട്ട് എടുത്തപ്പോൾ, നമ്മൾ തിയറം ബൈ കോൺട്രഡിക്ഷൻ ആണല്ലോ, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണല്ലോ. അപ്പോൾ ക്യാപിറ്റൽ എക്സ് കൺവേർജസ് ടു സ്മോൾ എക്സ് എന്നുള്ളത് തെളിയിക്കാൻ ക്യാപിറ്റൽ എക്സ് ഡസ് നോട്ട് കൺവേർജസ് ടു സ്മോൾ എക്സ് എന്ന അസംഷൻ എടുത്ത് അങ്ങനെ ചെയ്തപ്പോൾ അപ്പോഴാണ് നമുക്ക് ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഒരു എക്സ് ഡാഷ് എന്ന് പറഞ്ഞ സീക്വൻസ് കിട്ടിയത്. ആ സീക്വൻസ് ഒരു സബ് സീക്വൻസ് ആണെന്നേ പറയുന്നത്, അത് കൺവേർജന്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളെ അസംഷനിൽ നമ്മളെ ഹൈപ്പോത്തസിസിൽ എന്ത് പറയുന്നുണ്ട്, കൺവേർജന്റ് സീക്വൻസുകളൊക്കെ എക്സിലേക്ക് കൺവേർജ് ചെയ്താലേ പറയുന്നുള്ളൂ. കൺവേർജന്റ് സീക്വൻസുകൾ എക്സിലേക്ക് കൺവേർജ് ചെയ്താൽ, എല്ലാ കൺവേർജന്റ് സബ് സീക്വൻസുകളും എക്സിലേക്ക് കൺവേർജ് ചെയ്താൽ ഒറിജിനൽ സീക്വൻസും എക്സിലേക്ക് കൺവേർജ് ചെയ്യും. പക്ഷെ ഇവിടെ എക്സ് ഡാഷ് സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ക്യാപിറ്റൽ എക്സ് ഡാഷ് സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. അത് വെറും ഒരു സബ് സീക്വൻസ് മാത്രമാണ്, അത് കൺവേർജന്റ് ആണെന്ന് പറഞ്ഞില്ല. പക്ഷെ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം പ്രകാരം അതിനെന്തുണ്ടാവും, അത് ബൗണ്ടഡ് ആയതുകൊണ്ട്, എക്സ് ഡാഷ് ബൗണ്ടഡ് ആയതുകൊണ്ട് ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജന്റ് സബ് സീക്വൻസ്. അങ്ങനെ നമ്മളൊരു കൺവേർജന്റ് സബ് സീക്വൻസ് കിട്ടി എക്സ് ഡബിൾ ഡാഷ്. ബൈ ഹൈപ്പോത്തിസിസ് എക്സ് ഡബിൾ ഡാഷ് കൺവേർജസ് ടു എക്സ്. പക്ഷേ വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു 1. കാരണം എക്സ് ഡബിൾ ഡാഷ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റേജിന് ശേഷമുള്ളവരൊക്കെ എക്സുമായിട്ടുള്ള അകലം epsilon naught-നേക്കാൾ കുറഞ്ഞിരിക്കണം. പക്ഷേ നമുക്കിവിടെ എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്.
So it is a contradiction to 1. Therefore our assumption is wrong. Therefore capital X converges to small x. Hence the proof. Okay, thank you.